ചില പ്രത്യേക ആളുകളോട് സംസാരിക്കുകയോ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ട് വരികയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടതായി അല്ലെങ്കിൽ കുറഞ്ഞതായി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു ഓവർ തിങ്കറാണോ? അതുമല്ലെങ്കിൽ നിങ്ങളൊരു പീപ്പിൾ പ്ലീസറാണോ? എങ്കിൽ നിങ്ങൾ എനർജി കോഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എനർജി കോഡ് കട്ടിംഗ് ആണ്. എന്താണ് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കോഡ്സ് ആർ ഇൻവിസിബിൾ എനർജറ്റിക് ലിങ്ക്സ് ബിറ്റ്വീൻ പീപ്പിൾ, പ്ലേസസ്, ഒബ്ജക്ട്സ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസസ് എന്നാണ് പറയുക. അത് കാണാൻ കഴിയാത്ത എനർജി ചാനലുകളാണ്. രണ്ട് വ്യക്തികളെ തമ്മിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു സ്ഥലവുമായിട്ടോ ഒരു സാഹചര്യവുമായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി ചാനലുകളാണ്. ഇതിൽ കൂടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എനർജി സഞ്ചരിക്കും. പോസിറ്റീവ് കോഡ്സും നെഗറ്റീവ് കോഡ്സും ഉണ്ട്. പോസിറ്റീവ് കോഡ്സ് ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വരി ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് കോഡ്സ് കൊണ്ട് ബന്ധിതരായിരിക്കുന്ന രണ്ട് മനുഷ്യർ എപ്പോഴും സന്തോഷമുള്ള അനുഭവങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ടോപ്പിക് നെഗറ്റീവ് കോഡ്സ് ആണ്. അതിനെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ആ നെഗറ്റീവ് കോഡ് കൊണ്ട് ബന്ധിതരായിരിക്കുന്ന മനുഷ്യർ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. അവർക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടാവുക. ഇത് നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള കെട്ടുപാടുകൾ ഉണ്ടാക്കുകയും നിങ്ങളുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേണുകളിൽ നിങ്ങളെ കുടുക്കിയിടുകയും ചെയ്യും. ഇനി കോഡ് കട്ടിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു എനർജറ്റിക് പ്രാക്ടീസ് ആണ് ഇത് കട്ട് ചെയ്യാന്നുള്ളത്. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കാനും നെഗറ്റീവ് പാറ്റേൺസ് മാറാനും ടോക്സിക് റിലേഷൻസിൽ നിന്നും ട്രോമയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും നിങ്ങളെ സഹായിക്കും. കൂടുതൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് കേട്ടിട്ട് മന്ത്രവാദമാണെന്നോ കൂടോത്രമാണെന്നോ അങ്ങനെയും തെറ്റിദ്ധരിക്കേണ്ട. ഏതൊരാൾക്കും ഏത് സമയത്തും ഏത് അവസ്ഥയിൽ ഇത് ചെയ്യാം. നമ്മൾ ദൈവത്തെ അടുത്ത് പ്രാർത്ഥിക്കില്ലേ, അതുപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള ഏർപ്പാടാണിത്. ഇതിനകത്ത് വെറുപ്പോ വിദ്വേഷമോ ശാപമോ പകയോ ഒന്നും ഇല്ല. ഇതിനകത്ത് നമ്മുടെ തോട്ടത്തിൽ വളരുന്ന ചെടികൾക്ക് ദോഷം വരുത്തുന്ന കളകൾ നമ്മൾ പറിച്ചു കളയില്ലേ, അത്രേ ഉള്ളൂ ഇത് കേട്ടോ. കോഡ്സ് പലതരത്തിലുണ്ട്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് കോഡ് കട്ടിങ് ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. അതിലൊന്നാമത്തേതാണ് ചില ആളുകളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒക്കെ ഓർത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം തോന്നുക, ഒന്നും ചെയ്യാനുള്ളൊരു ഉന്മേഷം ഇല്ലാതെ പോവുക. ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ പോയ സമയത്തുണ്ടായിരുന്ന എനർജി ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ. അത് യാത്രാക്ഷീണം കൊണ്ട് അതല്ല കേട്ടോ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എപ്പോഴാണ് ജീവിതത്തിൽ അങ്ങനെ അനുഭവം വന്നിട്ടുള്ളതെന്ന്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുക. രണ്ടാമത്തേതാണ് അമിതമായിട്ട് ഒരാളെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും ഒരേ പാറ്റേണിലുള്ള ഒരേ രീതിയിലുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അത് ഒരു എനർജി കോഡ് കണക്ഷൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ പീപ്പിൾ പ്ലീസിങ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞു പോകുമ്പോഴാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുക. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ അവസാനിപ്പിക്കണം. കോഡ് കട്ടിങ് അത് നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ കരിയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടാലും ഒരു പുരോഗതി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൊലീഗ്സോ അല്ലെങ്കിൽ ബോസോ ഒക്കെ ഭയങ്കര ടോക്സിക് ആയ ആളുകളാവുക, ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലേ. നമുക്ക് ആ എനർജി കോഡ്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമ്മുടെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സ്. ചെറുപ്പകാലത്ത് നമ്മളുടെ മനസ്സിൽ കിട്ടുന്ന എനിക്ക് നല്ലതൊന്നും വിധിച്ചിട്ടില്ല, എനിക്ക് എത്ര ശ്രമിച്ചാലും നന്നാവാൻ സാധിക്കില്ല, എൻ്റെ കൂടെയുള്ളവർക്ക് ഉയർന്നു പോകുന്നു, എനിക്കിതൊന്നും കഴിയില്ല, എനിക്ക് എൻ്റെ പൈസ ഇല്ല, എൻ്റെ പൈസ വരില്ല, അങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ ചെറുപ്പകാലത്ത് നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട്. വലുതായി കഴിയുമ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സാണ്. അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എനർജി കോഡ് കട്ടിങ് ചെയ്യുക വഴി അതിനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി കോഡ് കട്ടിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് സെറ്റ് അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ്. നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും ഒക്കെ പറ്റിയ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ, നിർബന്ധമല്ല. നിങ്ങൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് ഗ്രൗണ്ടിങ്. നട്ടെല്ലാം നിവർന്നിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുത്തിടുക. ഒരു എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം, ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യാം. 3, 5, 9, 10, 15, 20 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്നത് വരെ ബ്രീത്ത് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ ഒരു ഡിവൈൻ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു പ്രകാശം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും നിങ്ങളെ വലയം ചെയ്ത് അത് പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ കാണുക. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ വിട്ടേക്കൂട്ടോ, അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ബ്രീത്തിങ് എന്തായാലും ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് സെറ്റ് ഇൻറ്റൻഷൻ. ഈ പ്രോസസ്സ് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ എന്ത് റിസൾട്ടാണ് വേണ്ടത് എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ അവിടെ പറഞ്ഞു വയ്ക്കണം. അതിനെയാണ് സെറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കേസുകളിലും ഒന്നുകിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിഷമിപ്പിക്കുന്ന ആളെ ഒഴിവാക്കി വിടുക, അയാളെ മറക്കുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം. അതല്ല എങ്കിൽ ആളെ നമുക്ക് കൂടെ വേണം, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കോഡ്സ് കട്ട് ചെയ്ത് കളയണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഇന്നയാളുമായിട്ടുള്ള എൻ്റെ നെഗറ്റീവ് കോഡ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കുക. നമ്മളോട് തന്നെ അത് പറയുക, നമ്മുടെ മനസ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഇന്നയാളെ മറക്കാൻ വേണ്ടിയിട്ടാണ്, ആ എനർജി കോഡ്സ് എൻ്റെ അടുത്ത് നിന്ന് കട്ട് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വയ്ക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് കണ്ണടച്ചിരുന്നിട്ട്
വിഷ്വലൈസ് ചെയ്യുക. ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ഇവൻറ്റ് എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് അത് മനസ്സിൽ കാണുക. എന്നിട്ട് ആ സംഭവം അല്ലെങ്കിൽ ആ ആൾ അല്ലെങ്കിൽ ആ സാഹചര്യവും അതും നിങ്ങളുമായിട്ടുള്ള ബന്ധിപ്പിച്ചിരിക്കുന്ന കോഡ് മനസ്സിൽ കാണുക. ഇവിടെ ശരി തെറ്റ് എന്നുള്ള ഒരു സംഗതിയില്ല. നിങ്ങൾക്കത് ഏത് നിറത്തിലോ എന്ത് വലിപ്പത്തിലോ എന്ത് ആകൃതിയിലോ എങ്ങനെ വേണമെങ്കിലും കാണാം. അതിൻ്റെ ഒരറ്റം ആ ആളിലും മറ്റേ അറ്റം നമ്മളിലും ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെയാണ് ആ കോഡ്സ് ഉണ്ടാവുക അല്ലേ? അതിനെ മനസ്സിൽ കാണുക. അതിനുശേഷം ഒരു കോസ്മിക് സിസേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു വാള് അല്ലെങ്കിൽ കത്രിക വന്നിട്ട് ഈ കോഡിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ കോഡിനെ കട്ട് ചെയ്ത് കളയുന്നതായിട്ട് നമുക്ക് മനസ്സിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് ആ കോഡ് കട്ട് ചെയ്യുന്നതായിട്ടുള്ള ആക്ഷൻ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ആ വേദനകളിൽ നിന്ന് പുറത്തു വരാനുള്ള ട്രെയിനിങ് ആണിത്. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ആക്ഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഈ കോഡ് കട്ട് ചെയ്യുന്നത് കൂടി നിങ്ങൾ സ്വതന്ത്രരാകുകയാണ്. ഒരു നേരത്തെ നമ്മൾ സങ്കല്പിച്ച ഡിവൈൻ വൈറ്റ് ലൈറ്റ് വീണ്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുക. ആ ബാക്കി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ വേരുകൾ, ആ കോഡിൻ്റെ ബാക്കി നിൽക്കുന്ന മുറിച്ച് കഴിഞ്ഞ് ബാക്കി നമ്മുടെ ദേഹത്തോട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് പതുക്കെ അടർത്തി മാറ്റുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മുറിവിലേക്ക് ആ ഡിവൈൻ വൈറ്റ് ലൈറ്റ് വന്ന് നിറയുന്നതായിട്ടും ആ മുറിവ് ഹീലാവുന്നതായിട്ടും കാണുക. നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അഫേം ചെയ്യാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 അഫർമേഷൻസ് പറഞ്ഞു തരാം. കൂടുതൽ അഫർമേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. With divine love, I release and dissolve all energetic codes that no longer serve my soul. എൻ്റെ ആത്മാവിൽ പൊരുത്തപ്പെടാത്ത എല്ലാ ഊർജ്ജബന്ധനങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു. അയാൾക്ക് അല്ലെങ്കിൽ അതിന് ഇനി എൻ്റെ മേൽ സ്വാധീനമില്ല. ഞാൻ പൂർണ്ണ സ്വതന്ത്രയാണ് അല്ലെങ്കിൽ സ്വതന്ത്രനാണ്. ഇനി ആ ആൾ നമ്മുടെ കൂടെ വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാ ഊർജ്ജബന്ധനങ്ങളിലും എന്നുള്ളിടത്ത് എല്ലാ നെഗറ്റീവ് ഊർജ്ജബന്ധനങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം വിട്ടയക്കുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങൾ പൂർണ്ണ സന്തോഷത്തിലും ഒരുമയിലും ജീവിക്കുന്നു എന്ന് ചേർത്ത് പറയുക. ഓക്കെ, അപ്പോൾ അവിടെ പോസിറ്റീവ് കോഡ്സ് ഒന്നും കട്ടാവുന്നില്ല, നെഗറ്റീവ് കോഡ്സ് മാത്രമാണ് കട്ടാവുന്നത്. പിന്നെ നമ്മളോട് എത്ര ചതി ചെയ്തവരായാലും എത്ര തന്നെ നമ്മളെ വേദനിപ്പിച്ചവരായാലും നിന്നെ സന്തോഷത്തോടെ നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞ് വേണം വിടാനായിട്ട്. അത് പെട്ടെന്ന് നടക്കില്ല, എനിക്കറിയാം. കുറേ നാളത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം അവർക്കല്ല, നമുക്കാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഇതല്ല, കുറച്ച് നേരം പുറത്തിറങ്ങി പ്രകൃതിയിൽ കുറച്ച് നേരം ചിലവഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഒരു തവണ കൊണ്ട് നടക്കില്ല, ഇത് പലതവണ ചെയ്യേണ്ടി വരും. ഇവിടെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ എന്താണ് അടിസ്ഥാനം, സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ കാണാൻ കഴിയില്ല. ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ അനുഭവിക്കുക എന്ന് മാത്രമാണ്. അതിലൂടെയാണ് നമ്മുടെ മനസ്സിന് ഉള്ള ഒരു ഇൻപുട്ട് കിട്ടുന്നത്. അപ്പോൾ നേരിട്ട് കാണാൻ കഴിയാത്ത മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഫിസിക്കൽ ആക്ഷനിൽ കൂടെ നമ്മൾ അതിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ആ ഓർമ്മകളിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ സയൻസ്. കഴിയാവുന്നത്ര ചുരുക്കി ആണ് ഞാനിപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, ഞാൻ പറയാം കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതിൽ കോഡ് കട്ടിങ്ങിനെ കുറിച്ചുള്ള കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഒരു കോഡ് കട്ടിങ് മെഡിറ്റേഷൻ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഇനി നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.